സംഗീത വിദ്യാർത്ഥികൾ പ്രാഥമിക പാഠങ്ങളായി അഭ്യസിക്കുന്ന 10ഓളം ഗീതങ്ങളുണ്ട്. ആ ഗീതങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ള രാഗങ്ങളെയാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യമായി പഠിക്കുന്ന ഗീതമാണ് മലഹരി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ വിഘ്നേശ്വര ഗീതം. ശ്രീഗണനാഥ സിന്ദൂരവർണ കരുണ സാഗര കാരിവദന ലംബോദര ലകുമികര അംബാസുത ആമര വിനൂത ലംബോദര ലകുമികര. ഇതൊരു ഔഡവ ഷാഡവ രാഗമാണ്. അതായത് ആരോഹണത്തിൽ 5ഉം അവരോഹണത്തിൽ 6 സ്വരങ്ങളും വീതമാണ് വരുന്നത്. ഇതൊരു ജന്യരാഗമാണ്. 15ാമത് മേളകർത്ത രാഗമായ മായാമളഗൗളയിലെ ജന്യമാണ് മലഹരി. മായാമളഗൗള നമ്മൾ ആദ്യമായിട്ട് ശാസ്ത്രീയ സംഗീത വിദ്യാർത്ഥികൾ പഠിക്കുന്ന രാഗമാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. മാത്രമല്ല മായാമളഗൗളയെക്കുറിച്ച് ഇതിനു മുൻപ് നമ്മളൊരു രാഗപരിചയം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ മലഹരിയുടെ ആരോഹണം അവരോഹണം വരുന്നത് സരി മ പധ സാ സാധ പ മഗരി സാ. മായാമളകളുടെ ജന്യാണ്. അപ്പോൾ ഷഡ്ജം, ശുദ്ധഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, നിഷാദ വർജ്യ രാഗമാണ് മലഹരി. ഇതിൽ ഈ ഒരു വിഘ്നേശ്വര ഗീതം കൂടാതെ നമ്മൾ ഇത് പഠിക്കുന്നുണ്ട്, മഹേശ്വര ഗീതം. കുന്ദ ഗൗര ഗൗരീവര മന്ദിരായ മാനമകൂട മന്ദാര കുസുമാകര മകരന്ദം വാസിതുവാ. മറ്റൊന്ന് നമ്മൾ പഠിക്കുന്നത് പദുമനാഭ പരമപുരുഷ പരം ജ്യോതി സ്വരൂപ. ഇങ്ങനെ പോകുന്നു. ഈ ഒരു ഗീതം നമുക്ക് എല്ലാവർക്കും കുറച്ചും കൂടെ പരിചയം ഉണ്ടാവും. കാരണം സർഗം എന്ന ചിത്രത്തിൽ നെടുമുടി വേണു വിദ്യാർത്ഥികളെ സംഗീതം പഠിപ്പിക്കുന്ന ഒരു ഭാഗത്ത് ഈ ഒരു ഗീതമാണ് അവർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതേപോലെ മറ്റൊന്ന് കേരയനീരനു കേരേഗെ ചൊല്ലി വരവ പടേതവരന്തി കാണീരോ. ഇങ്ങനെ പോകുന്നു. ഇത്രയും ഗീതങ്ങളാണ് നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്നത് ഈ ഒരു രാഗത്തിൽ. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന മറ്റൊരു രാഗമാണ് സാവേരി. ഇതും ഒരു ജന്യരാഗമാണ്. 15ാമത് മേളമായ മായാമളഗൗളയിലെ ജന്യാണ് സാവേരി. പക്ഷെ ഇതൊരു ഔഡവ സമ്പൂർണ്ണ രാഗമാണ്. പോകുമ്പോൾ 5 സ്വരവും അവരോഹണത്തിൽ എല്ലാ സ്വരങ്ങളും വരുന്നുണ്ട്, 7 സ്വരങ്ങളും വരുന്നുണ്ട്. സരി മ പധ സാ മലഹരിയുടെ അതേ ആരോഹണമാണ്. പക്ഷെ അവരോഹണം സനിധ പ മഗരി സാ മായാമളഗൗള പോലെ വരും. സ്വരസ്ഥാനങ്ങൾ അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ ഒരു സാവേരിയിൽ നമ്മൾ പഠിക്കുന്നത് രൂപകതാളത്തിൽ തന്നെയുള്ള ജനകസുത കൂജ കുങ്കുമ പങ്കീത ലാഞ്ജനുരേ രേ ബലിഹരുരേ ഖഗവാഹന കാഞ്ചി പൂരി നിലയ. ഈ 2 രാഗത്തിലും വളരെ വളരെ അപൂർവമായ ചലച്ചിത്ര ഗാനങ്ങളുള്ളൂ. എന്നാൽ നമുക്ക് ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഇത് മലഹരിയാണോ സാവേരിയാണോ എന്ന് തോന്നുകയും, എന്നാൽ എല്ലാ സ്വരങ്ങളുടെയും ഇൻക്ലൂഷൻ വരുന്ന സമയത്ത് അത് മായാമളഗൗളയായിട്ട് നമ്മൾ പറയുകയാണ് ചെയ്യാറ്. ഈ 2 രാഗങ്ങളും മായാമളഗൗളയുടെ ജന്യരാഗങ്ങളാണ് എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇതിന് ശേഷം നമ്മൾ പഠിക്കുന്ന ഒരു ഗീതമാണ് സരസ്വതി ഗീതം.
സരസ്വതി ഗീതം ഒരുപാട് പേർക്ക് പരിചയം ഉണ്ടാവും. മോഹനം എന്ന രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. മോഹനത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് തവണ വ്യത്യസ്തമായിട്ടുള്ള എപ്പിസോഡുകളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും പോപ്പുലറായിട്ടുള്ള ഒരു രാഗം കൂടിയാണ് മോഹനം. അതുകൊണ്ട് ഏറെ പരിചയപ്പെടുത്തൽ ആവശ്യമില്ല. എങ്കിൽ പോലും നമ്മൾ ആ ഗീതത്തിൻ്റെ ഒരു 4 വരി പാടുകയാണെങ്കിൽ, വരവീണ മൃദുപാണി വനരോഹലോചന റാണി സുരുചിര പമ്പര വേണി സുരനുത കല്യാണി. ഇങ്ങനെ പോകുന്നു. ഈ അടുത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലും അവർ ആ ഒരു ടൈറ്റിൽ സോങ് ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു ഗീതമായിരുന്നു. അത് വെസ്റ്റേൺ ബാക്കപ്പോട് കൂടി കേൾക്കാൻ വളരെ മനോഹരമായിരുന്നു എന്ന് തന്നെ പറയണം. അത്രത്തോളം ലളിതമായ ഒരു ഗീതം കൂടിയാണ് ഈ ഒരു മോഹനഗീതം. മോഹനം ഒരു ഔഡവ രാഗമാണ്. 28ാമത് മേളകർത്ത രാഗമായ ഹരികാംബോജിയുടെ ജന്യാണ്. സരിഗ പധ സാധപഗരി സാ ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, പഞ്ചമം, ചതുശ്രുതി ദൈവതം. ഇത് ഒരുപാട് തവണ പറഞ്ഞ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇത് അത്രയും ഹൃദയസ്ഥമായിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പോകുന്ന ചലച്ചിത്ര ഗാനം കളിയാട്ടം എന്ന ചിത്രത്തിലേതാണ്. വേലിക്ക് വെളുപ്പാൻ കാലം താലിക്കു കുരുത്തോല കോടിക്ക് കഞ്ഞിനിലാവ് സിന്ദൂരത്തിന് മൂവന്തി കോലോത്തേ തമ്പ്രാട്ടിക്ക് മനം പോലെ മംഗല്യം മനം പോലെ മംഗല്യം. പിന്നീട് കല്യാണി രാഗത്തിലുള്ള വിഷ്ണു ഗീതമാണ് നമ്മൾ പഠിക്കുക. സരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ. ഇതൊരു സമ്പൂർണ്ണ രാഗമാണ്. 65ാമത് മേളകർത്ത രാഗമാണ് കല്യാണി. മേച്ച കല്യാണി എന്നാണ് ഇതിൻ്റെ മുഴുവനായിട്ടുള്ള പേര്. കടവയാദ്യ സംഖ്യാക്രമപ്രകാരമാണ് മേച്ച കല്യാണി എന്ന് നമ്മൾ നാമകരണം ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു പ്രത്യേകത, ഇതിൻ്റെ എല്ലാ സ്വരങ്ങളും രണ്ടാമത്തേതാണ്. അതായത് ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കാകളി നിഷാദം. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. എല്ലാ സ്വരങ്ങളും വലുത് അല്ലെങ്കിൽ രണ്ടാമത് വരുന്ന ഒരു രാഗമാണ് മേജ കല്യാണി അഥവാ കല്യാണി. ഇതിൽ നമ്മൾ പഠിക്കുന്നത് തിസ്ര ജാതി ത്രിപുടയിൽ വരുന്ന ഒരു ഗീതമാണ്. കമല ജാതള വിമല സുനയന കരിവരദ കരുണാബുദ്ധേ കരുണ ശരദേ കമല കാന്ത. ഇങ്ങനെ പോകുന്നു ഈ ഒരു ഗീതം. ഈ ഒരു കല്യാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ മനോഹരമായിട്ടുള്ള ഒരു ചലച്ചിത്ര ഗാനമുണ്ട്. പരിണയം എന്ന ചിത്രത്തിലേതാണ്. വൈശാഖ പൗർണമിയോ നിശയുടെ ചേലയോ ആരോ പാടും ശൃംഗാര പദമോ കോകില കൂജനമോ വൈശാഖ പൗർണമിയോ. വളരെ മനോഹരമായ ഈണത്തോടൊപ്പം നല്ലൊരു രചന കൂടിയാണിത്. ഇതിലെ നായകൻ ഒരു കഥകളിയായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്, ഒരു കലാകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് വൈശാഖ പൗർണമിയെ നിശയുടെ ചേങ്ങിലയായിട്ടാണ് ഉപമിക്കാൻ തോന്നുന്നത്. അത്രയും ആ ഒരു എന്താ പറയുക, ആ രചനാ ഭംഗി എന്നൊക്കെ പറയുന്നത് അത് യൂസഫ് അലി കേച്ചേരി അദ്ദേഹത്തിന് മാത്രം സാധ്യമാകുന്ന ഒരു കവി, ഒരു സംസ്കൃത കവി അല്ലെങ്കിൽ ഒരു അത്രയും ഭാഷയിൽ അവഗാഹമുള്ള ഒരു വ്യക്തി ഗാനരചനയിലേക്ക് കടക്കുമ്പോൾ
എത്ര ലളിതമായിട്ടാണ് വരികളിങ്ങനെ ഒഴുകിയെത്തുന്നത്. സരസ്വതി ദേവിയുടെ കടാക്ഷം പോലെ ഒഴുകിയെത്തുന്ന വരികളാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഇതിനു മുൻപ് ഒരുപാട് അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസ്കൃതം പൂർണ്ണമായും സംസ്കൃതത്തിൽ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളെക്കുറിച്ചുമൊക്കെ എനിക്ക് വ്യക്തിപരമായി വളരെയധികം ഇഷ്ടമുള്ള ഒരു ഗാനരചയിതാവും കവിയും കൂടിയാണ് അദ്ദേഹം. അടുത്ത ഗീതം കാമ്പോജി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. കാമ്പോജി ഒരു ജന്യരാഗമാണ്, ഒരു ഷാഡവ സമ്പൂർണ്ണ രാഗമാണ്. 28ാമത് മേളകർത്താ രാഗമായ ഹരികാംബോജിയിൽ ജന്യമാണ് കാമ്പോജി. സരി ഗ മ പ ധ സ സാ നി ധ പ മ ഗ രി സ. ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കൈശികി നിഷാദം. ഇങ്ങനെയാണ് സ്വരസ്ഥാനങ്ങൾ വരുന്നത്. മന്ധരധരരേ മോക്ഷമുരാരേ ദൈത്യകുലാന്തക പാവനമൂർത്തേ പദശുഭരേക മകുടമയൂര മന്ധരധരരേ. ഇങ്ങനെ പോകുന്നു ഈ ഒരു ഗീതം. ഇതിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള കാമ്പോജി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചലച്ചിത്ര ഗാനമാണ് കാട്ടിലെ പാഴ്മൂളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ. പക്ഷെ അത് പൂർണ്ണമായും കാമ്പോജി എന്ന് പറയാൻ പറ്റില്ല, അതൊരു രാഗമാലിക കൂടെയാണ്. മറിച്ച് തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിലെ ജോൺസൺ മാഷ് ഈണം പകർന്നിട്ടുള്ള പാർവതി മനോഹരി പാർവണം സുധാമയം എന്ന് പറയുന്ന ഒരു സെമി ക്ലാസിക്കൽ, അതിൽ ചിത്രീകരണത്തിൽ വരുമ്പോൾ അതൊരു ഭരതനാട്യ ഒരു സോങ് ആയിട്ടാണ് വരുന്നത്. ആ ഒരു ഗാനം കാമ്പോജി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു റൂട്ടാണ് അതിനുള്ളത്. പിന്നീട് വരുന്ന ഗീതം ശുദ്ധ സാവേരി രാഗത്തിലുള്ളതാണ്. ഇതൊരു ഔഡവ രാഗമാണ്. 29ാമത് മേളകർത്താ രാഗമായ ധീരശങ്കരാഭരണത്തിൽ ജന്യമാണ് ശുദ്ധ സാവേരി. സരി മ പ ധ സ സാ ധ പ മ രി സ. ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം. ഇങ്ങനെ വരുന്നു സ്വരസ്ഥാനങ്ങൾ. സകല ശാസ്ത്ര പുരാണ ധിംഗം താള ധിംഗം താള പരിഖതു രേ ആ സേതുവാഹ പരിഖതും. ഇങ്ങനെ പോകുന്നു. ഇത്രയും പാടി വന്നപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊക്കെ വരുന്ന ഒരു ഗാനമാണ് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിലെ കോടമഞ്ഞിൻ താഴ്വരയിൽ രാക്കടന്ന് പൂക്കുമ്പോൾ പൊന്നണിഞ്ഞ് പൊട്ടുതൊട്ട് രാത്രി മുല്ല പൂക്കുമ്പോൾ പ്രണയനില കിളിവാതിൽ പ്രണയനില കിളിവാതിൽ പാതി തുറന്നതാരാണ് ഓരോ നൂറിഷ്ടം കാതിൽ ചൊന്നതാരാണോ. അടുത്ത ഗീതം ആരഭി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതും ധീരശങ്കരാഭരണത്തിലെ ജന്യാണ്. ഔഡവ സമ്പൂർണ്ണ രാഗമാണ്. സരിമ പദ സ നി ധ പ മ ഗ രി സ. ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കാകളി നിഷാദം. ഇങ്ങനെയാണ് സ്വരസ്ഥാനങ്ങൾ. രേ രേ ശ്രീരാമ ചന്ദ്ര രഘുവംശതിലക. ഇങ്ങനെ പോകുന്നു. ഒരു ശ്രീരാമ ഗീതം കൂടിയാണിത്. ഈ ഒരു രാഗത്തെ അടിസ്ഥാനമാക്കി വല്യേട്ടൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനമുണ്ട്.
നിറനാഴി പൊന്നിൽ മണലാരിൻ നെല്ലിൽ മണ്ണ് തെളിയുന്നേ. ഓ തെളിമിന്നൽ തേവി മറുകണ്ഠം പൂട്ടി മനസ്സു കുളിരുന്നേ. ശാസ്ത്രീയ സംഗീത വിദ്യാർത്ഥികൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട 7 രാഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറഞ്ഞത്. മലഹരി, സാവേരി, മോഹനം, കല്യാണി, കാമ്പോജി, ആരഭി, ശുദ്ധ സാവേരി. ഒപ്പം ഇതിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഗീതങ്ങളുടെ കുറച്ച് ഭാഗങ്ങളും ചില ചലച്ചിത്ര ഗാനങ്ങളും നമ്മൾ പരിചയപ്പെട്ടു. മറ്റൊരു നല്ല രാഗപരിചയവുമായി വീണ്ടും കാണുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം.